എന്ത് സാധനം അടിച്ചെന്നായിരുന്നു അങ്ങനെ ചോദിച്ചു. ആ ഒരു ആംബുലൻസിൽ വരുന്ന സമയത്ത് ആ ഒരു ഡെഡ് ബോഡിക്ക് അടിക്കുക, അതിനുശേഷം ചിരിക്കുന്ന ഒരു സ്മൈൽ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതാണോ എന്ന് ആൾക്കാർ ചോദിക്കാതിരുന്നാൽ മതിയാ. ഞാനാ ഒറിജിനല്, ഡ്യൂപ്ലിക്കേറ്റ്. ഓവറായിട്ട് പരിപാടി പിടിക്കണ്ടേ, അദ്ദേഹത്തെ പോലെ സാധാരണയായിട്ട് ഇരുന്നാൽ മതി, സംഗതി നടന്നോളൂ, ആ പ്രോസസ് ഒക്കെ പോയിക്കോളൂ എന്ന് മനസ്സിലായി. അപ്പത്തേക്ക് പടം കഴിഞ്ഞു, അതാണ് പറ്റിപ്പോയത്. അസാസിനേഷൻ ശരിക്കും എന്താ പറഞ്ഞത്? കിഷാൻ കിഷാൻ, ഹനുമാൻ കൈൻ, ചിദംബരം, 4 ആളെ കിട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു സിമിലാരിറ്റി writing is the toughest part. You have to make yourself sit somewhere and make yourself right. അതാണ് എനിക്ക് ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അല്ല, അത് ഞാൻ പറഞ്ഞതല്ല, പക്ഷെ അതിനകത്ത് ഒത്തിരി ഇംഗ്ലീഷ് വാചകം കുറെ കണ്ടവാരം കൂടി പോകുന്നല്ലോ. അതെന്താ ചോദ്യം എനിക്ക് അതുകൊണ്ട് ഞാൻ നോക്കിയ പാസ് വീട്ടുപേര് പറയാറുണ്ട് കുഞ്ഞുഞ്ഞേട്ടൻ. തുടക്ക സിനിമ മുതലുള്ള ആ യാത്രയിൽ സുധീഷ് കൂടെ ഉണ്ട് എന്നുള്ളതും ഇപ്പോഴും ആ യാത്ര തുടരുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. ഹരികൃഷ്ണൻസ് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക ലാലേട്ടനോടൊപ്പം വീണ്ടും ഒരേ രീതിയിൽ കുറച്ചധികം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. മലയാളികൾക്ക് അഭിമാനത്തോടുകൂടി മറ്റ് ലോകഭാഷകളിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും പേട്ടിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hi, hello, this is Ashik. You're watching Skylark Pictures Entertainments. ഒരു ദുരൂഹ സാഹചര്യത്തിൽ വരെയാണ്. വിശേഷങ്ങളുമായി എന്നോടൊപ്പം ചേരുന്നു ചിതു ബ്രോ, ശരണ്യ ആൻഡ് ചാക്കോച്ചൻ, ജാഫർ ഖാൻ, സജിൻ കോബു. വെൽക്കം ടു സ്കൈലാർക്ക് പിക്ചേഴ്സ്. താങ്ക് യു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ള സിനിമയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇൻസ്റ്റയിൽ ചാക്കോച്ചൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു മഞ്ഞത്ത് ഇങ്ങനെ ഒരു ട്രൗസർ ഇട്ടിട്ട് ഒരു കൈൻഡ് ഓഫ് ഷോർട്സ് ഇട്ടിട്ട് ഇറങ്ങി പോകുന്നു, മഞ്ഞിൽ ഇങ്ങനെ വീഴുന്നു. അപ്പൊ അതിന്റെ താഴെ ഏറ്റവും കൂടുതൽ കമന്റ് വന്ന കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ കമന്റ്സ് വായിച്ചിട്ടുണ്ടായിരുന്നു? അതിന്റെ താഴെ വന്ന കുറെയൊക്കെ എന്ത് സാധനം അടിച്ചെന്നായിരുന്നു. അങ്ങനെ ചോദിച്ചു ചോദിച്ചാലോ വ്യക്തതയുള്ള ആൾക്കാരാണ്. ആഫ്രിക്ക സജഷൻ എന്തായിരിക്കും അടിച്ചിട്ടുണ്ടാവാൻ സാധ്യത? അല്ല, അതാ ഞാൻ ചോദിച്ച ആൾക്കാർക്ക് നല്ല വ്യക്തത ഉള്ള ആൾക്കാരാവുന്ന ആളാണല്ലോ. അത് പിന്നെ നത്തിങ് ബട്ട് ജോക്സ് അപ്പാർട്ട്, ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. കാരണം ചാക്കോച്ചൻ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയ ഒരു ഷോട്ടാണ് ആക്ച്വലി. ആ ഒരു ആംബുലൻസിൽ വരുന്ന സമയത്ത് ആ ഒരു ഡെഡ് ബോഡിക്ക് അടിക്കുക, അതിനുശേഷം ചിരിക്കുന്ന ഒരു സ്മൈൽ ഉണ്ടല്ലോ, ഇതെല്ലാം സിനിമയെ ഭയങ്കരമായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും എന്താണ് കഥാപാത്രം, എന്താണ് കഥ? രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സിനിമകളിൽ കാണുന്ന ഒരു നർമ്മവും സോഷ്യൽ സറ്റയറും ഇമോഷൻസും എല്ലാം ഈ സിനിമയിലുണ്ട്. പ്ലസ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത കുറച്ച് ആക്ഷൻ സീക്വൻസുകളും കൂടെ ഈ സിനിമയിലുണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അറിയുന്ന ആളുകളൊക്കെ തന്നെ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. പക്ഷെ അവരിലെല്ലാവരും ഒരു ദുരൂഹതയുണ്ട് ഈ സിനിമയിലേക്ക് വരുമ്പോൾ. ആ കഥാപാത്രങ്ങളെല്ലാം ഒരു ദുരൂഹ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ ചിലപ്പോൾ നർമ്മത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലി എൻഗേജ്ഡ് ആവുന്ന സീക്വൻസുകളാവാം, കുറച്ച് ആക്ഷൻ പാക്ഡ് ആക്കിയ സീക്വൻസുകളാവാം. പക്ഷെ അതെല്ലാം ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ വേൾഡ് അല്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ ഓർഗാനിക്കായിട്ട് തോന്നുന്ന രീതിയിലാണ് നമ്മളിത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സിനിമ പ്ലേസ് ചെയ്യുന്നത്. അത് ഏതെല്ലാം തരത്തിൽ എൻ്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കുമെന്നുള്ളത്, നർമ്മത്തിലൂടെയും അല്ലെങ്കിൽ ഇമോഷൻസിലൂടെയും അല്ലെങ്കിൽ ആക്ഷനിലൂടെയും റൊമാൻസിലൂടെയും എല്ലാം അത് എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളൊരു ദുരൂഹതയുള്ള സിനിമയാണ്. ശരി, ഈ മനുഷ്യർക്ക് എല്ലാവർക്കും 2 മുഖങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്, പല അത് ആസ്പെക്ട്സ് അനുസരിച്ച് മാറാറുണ്ട്. എനിക്കൊരു മുഖമുള്ളൂ. പല സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ തനി നിറം കണ്ടു എന്നൊക്കെ നമ്മൾ പറയില്ലേ, ശരിക്കുള്ള മുഖം കണ്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ ട്രെയിലറിൽ കാണിക്കാത്ത ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഞങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ? ട്വിസ്റ്റ് ആൻഡ് പ്ലോട്ട്സ് ഉണ്ടോ സിനിമയിൽ? പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇതാണോ എന്ന് ആൾക്കാർ ചോദിക്കാതിരുന്നാൽ മതി ആ ഒരു. പക്ഷേ സിനിമയ്ക്ക് അനുസൃതമായിട്ടുള്ള ഈ പറയുന്ന പോലെ നമ്മൾ
വേറൊരു രീതിയിലേക്ക് കഥ ഡൈവേർട്ട് ചെയ്തു പോകുന്നുണ്ട്. അത് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിൽ അങ്ങനെ പോകുന്ന രീതിയിലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്, ശ്രമിച്ചിരിക്കുന്നത്. അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഭയങ്കര മാരകമായ ട്വിസ്റ്റുകൾ, ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സ് എന്നതിനപ്പുറം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മളിത് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ആക്ച്വലി? ഇത് ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ചലഞ്ചിങ് ആയിട്ടുള്ള ചലഞ്ചായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സീൻ എന്താണെന്നറിയോ? ഒരു മഹ്വാക്ക് ഹെയർ സ്റ്റൈലാണ് ശരിക്കും ജാഫർക്ക പിടിച്ചിട്ടുള്ളത് അല്ലേ? ഇത് ആരുടെ സജഷൻ ആയിരുന്നു ആക്ച്വലി? അങ്ങനെ ഉണ്ടോ? പറഞ്ഞ കഥാപാത്രത്തിന് ആവശ്യമായിരുന്നു പറഞ്ഞു കൊടുക്കുമല്ലേ ഓരോരുത്തർക്ക്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ഒരു ബ്യൂട്ടി പാർലർ പയ്യൻ വന്നിട്ട് ചെയ്യും എൻ്റെ, പിന്നെ മേക്കപ്പിൽ സാറിന് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, പിന്നെ അല്ല അതില് ഒരു റെഫറൻസ് ക്യാരക്ടർ ഉണ്ട്, അവിടുത്തെ തന്നെയുള്ള ഒരു റിയൽ ലൈഫ് അവിടെ ഒരാളുണ്ട് അതേപോലെ. ആ ഹെയർ സ്റ്റൈൽ പിടിക്കുന്ന അല്ല അങ്ങനെ തന്നെ അയാളെയാണ് ഞാൻ എന്നെ കൊണ്ട് ചെയ്യും. ഇവര് ചേട്ടാനിയന്മാരാണെന്ന് തോന്നുന്നു, അത്രയ്ക്ക് സിമിലർ. അതുപോലെ തന്നെ ഇരിക്കുന്നത് പുള്ളിയും പടത്തിൽ ക്യാരക്ടർ ആളും ചെയ്തിട്ടുണ്ട്, നമുക്ക് പിടിക്കാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെയല്ല എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ഷൂട്ടിങ്, മോക്ക് ഷൂട്ട് അല്ല ആദ്യം ഷൂട്ട് ചെയ്യണം, ആ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അയാളെ കണ്ട, അവന്റെ പേരെന്തോ പാറക്കണ്ടി കുട്ടിയാണ്, റഫീഖ് പാറക്കണ്ടി, ജാഫർ ഖാൻ പാറക്കണ്ടി എന്നാണ് ഈ പടത്തിൽ എൻ്റെ പേര്, എൻ്റെ പേരുണ്ട്. അയാളോട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പറയണത്, ഇത് ഞങ്ങളിത് ചെയ്തായിരുന്നു, കുറച്ച് കഥയൊക്കെ എന്നോട് പറയണതാണ്, ഇങ്ങനെയാണ് അവിടെ ഇന്നത് നടക്കില്ല. ഞാൻ നിനക്കെങ്ങനെ അറിയാം? അപ്പോഴാണ് ഇവരെന്നോട് പറയാ, എന്റെ തലമുടി നോക്കി നോക്കി എന്നെ വെച്ചിട്ടാണ് ജാഫർഖാനെ അങ്ങനെ ശരിക്കും ഞാൻ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ അങ്ങനെ പോയത്. ഓക്കെ, നമ്മള് അവസാനം ഇരുന്നത് പൈങ്കിളിക്കായിരുന്നു. അതിന് മുമ്പ് നമ്മളെ ആവേശത്തിനായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് താങ്കൾ ഇങ്ങനെ കാണുമ്പോഴും ഒരുപാട് സംസാരിക്കാൻ സാധിക്കുമ്പോഴും. ഇപ്പോ ചാക്കോച്ചൻ എന്നുള്ള ഡാൻസിൽ അധികായനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനൊപ്പം ഡാൻസിൽ ചുവടുവെക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ചലഞ്ചിങ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ട്രailer വെച്ചില് സാക്ഷാൽ ചാക്കോച്ചൻ തന്നെ പറയാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ച ശ്രീ സജിൻ ഗോപു എന്ന്. എത്രത്തോളം സത്യമാണ്, അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒരു കമന്റിനോട്? പടത്തില് ഞാൻ സിനിമയിൽ പഠിപ്പിക്കുന്നത് ഞാനാണ്, ശരിക്കും അത് പഠിപ്പിച്ചത് നിഞ്ച, ഡാൻസിങ് നിഞ്ച എന്ന് പറഞ്ഞ കൊറിയോഗ്രാഫറാണ്. അത് നമുക്ക് കൊറിയോ ചെയ്ത് തന്നത്. അപ്പൊ ഈ ഗുരുവ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ചാക്കോച്ചിനെ ഞാൻ പഠിപ്പിക്കേണ്ടി വന്നു. അപ്പൊ അതൊരു നല്ല റിസ്ക് ആയിരുന്നു. അങ്ങനത്തെ ഒരു അപ്പൊ അങ്ങനെ ചെയ്തു. അത് ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ട് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഡയറക്ടർ പറയുന്നത്, ഇങ്ങനെ സോങ് ഷൂട്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു എപ്പിസോഡ് ഉണ്ട്, ചെയ്യണം. അപ്പോൾ അതങ്ങനെ ചാക്കോച്ചിനെ പോലെ ഒരാളെ ഞാൻ, ചാക്കോച്ചനാണെങ്കിൽ അതിൽ ഡാൻസ് അറിയാൻ പാടത്തൊരു ക്യാരക്ടറാണ്, അതുകൊണ്ട് സുഖമായി നേരെ പഠിപ്പിക്കുന്നു. അടിപൊളിയായിരുന്നു ബ്രോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു എപ്പിസോഡൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അത് എങ്ങനെയായിരുന്നു ചാക്കോച്ച? അതായത് ഇപ്പൊ ഡാൻസ് നന്നായി ചെയ്യുന്ന ഒരാൾക്ക് ഡാൻസ് ചെയ്യാതെ അഭിനയിക്കുക എന്ന് പറയുന്നത്, ശ്രീനിവാസൻ സാറ് അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ അഭിനയം കാണിക്കും പോലെയായിരുന്നു, അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, ഇതിൽ എന്നാത്താൻ കേസുകളിൽ ഇതിൻ്റെ വേറൊരു വേരിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഡാൻസ് എൻജോയ് ചെയ്യുന്ന ഒരാൾ അയാളുടെ രീതിയിൽ എന്തൊക്കെയോ കാണിക്കുന്നു, അത് ഡാൻസ് വേണമെങ്കിൽ ഡാൻസ് ആണെന്ന് പറയാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൽ വരുമ്പോൾ അങ്ങനെയല്ല, ഡാൻസ് തീരെ അറിയാൻ മേലാത്ത ഒരാൾ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് പഠിച്ച സാധനം തെറ്റായി കാണിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. യെസ്, ശരണ്യ, ശരിക്കും ഒരു കുഞ്ചാക്കോ സിനിമയിലെ ഒരു നായിക എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആണല്ലേ? എപ്പോഴും നമുക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് നായികമാർ ആഗ്രഹിക്കുന്ന ഒരു കേസാണ് ആക്ച്വലി. സോ എങ്ങനെ ഉണ്ടായിരുന്നു ചാക്കോച്ചൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനും അതുപോലെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കഥാപാത്രം? ചാക്കോച്ചൻ്റെ കൂടെ പേരപ്പാവുന്ന ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതെ, അത് കിട്ടിയൊരു ഫോർച്യൂണാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ കുറച്ച് പ്രഷർ കൊടുക്കായിരുന്നു. ലൈക്ക് ഞാൻ അധികം ടേക്ക് എടുക്കരുത്, അതിന് മുന്നേ ഞാൻ ഫുൾ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് കൊളാക്കുമായിരുന്നു. ഇല്ല, ഫുൾ കൊളാക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ കട്ട് പറയുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു. ഐ യൂസ് ടു ഡിസ്റ്റർബ് ഹിം ഓൾസോ. ആൻഡ് ഹീൽ ബി ഓൾവേസ് കാം, ഇങ്ങനെ സിമ്പിളായിട്ടിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇതിന് ഓവറായിട്ട് പരിപാടി പിടിക്കണ്ടേ, ഇദ്ദേഹത്തെ പോലെ സാധാരണയായിട്ടിരുന്നാൽ മതി, സംഗതി നടന്നോളൂ, ആ പ്രോസസ് അങ്ങ് പോയിക്കോളും എന്ന് മനസ്സിലായി. അപ്പത്തേക്ക് പടം കഴിഞ്ഞു. അതാണ് പറ്റിപ്പോയത്. കോപ്പി അടിച്ചാ കോപ്പി അടിച്ചോടി പടം കഴിഞ്ഞു. കോപ്പി അടിച്ചാൽ ചെയ്താൽ മതി. ശരണ്യയുടെ ക്യാരക്ടർ ഒരു ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രമാണ്. പല സമയങ്ങളിലും
സേതുവിൻ്റെ ക്യാരക്ടർ ഒരു സപ്രസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഒരു സമയത്ത് സേതുവിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ശരണേ എന്ന മിനി എന്ന കഥാപാത്രമാണ്. ചെറിയൊരു ഇൻസ്പിറേഷൻ ഫാക്ടർ കൊടുക്കുന്നുണ്ട്. അസാസിനേഷൻ എന്താ പറഞ്ഞത്? ശരിക്കും എന്താ പറഞ്ഞത്? അസാസിനേഷൻ, ഹാലൂസിനേഷൻ, കുറേ നേഷൻസ് ആണ്. അതൊക്കെ അപ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യം ശരി ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ചിദംബരയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലേ, ലോകത്ത് ഒരാളെപ്പോഴും 7 പേരുണ്ടാവും എന്ന് പറയും. അതിൽ 4 പേര് ഇപ്പൊ കിട്ടിയെന്ന് പറയുന്നത് എനിക്കറിയില്ല. വേറെ ആരെങ്കിലും കിഷാൻ, ഹനുമാൻ കൈൻ, ചിദംബരം 4 ആളെ കിട്ടിയെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടോ ഈ ഒരു സിമിലാരിറ്റി? അല്ല, ശരിക്കും അങ്ങനെ ഒരു സംഭവം നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഒരുപാടുണ്ടാവില്ലേ? തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് ട്രailer കണ്ട സമയത്ത് എനിക്കൊരു കൈൻഡ് ഓഫ് റിസംബ്ലൻസ് തോന്നി ഹനുമാൻ കൈൻഡ്. ചെറിയ രീതിയിൽ മസിലൊക്കെ ഉണ്ട്. ഇല്ല, പക്ഷെ അത് ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലേ? തോന്നിയിട്ടുണ്ട്. ആരാ മോസ്റ്റ്ലി തോന്നിയിട്ടില്ല? ഹനുമാൻ കൈൻഡ് തന്നെ. ചെറിയ ബഡ്ജറ്റ് ആണെങ്കിൽ ചെറിയ പിടിക്കാം, ബിഗ് ബഡ്ജറ്റ് ആണെങ്കിൽ ഹനുമാനെ പിടിക്കാം. ഇപ്പൊ അവിടെയുള്ള കോളടി ഇന്ന് അല്ല, ഈ ഇന്റർവ്യൂല് അവിടെ കോളടി. ബ്രോ, ശരിക്കും ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള, ഒരുപാട് സിനിമകൾക്ക് ഭാവിയിൽ സാധ്യതയില്ല, നമ്മൾ അങ്ങനെ കാണുന്ന ഒരാളാണ്. അപ്പോൾ അഭിനയം എത്രത്തോളം ഒരു പാഷൻ ആയിരുന്നു, അല്ലെങ്കിൽ എന്താണ് അഭിനയത്തിലേക്ക് അത് മുമ്പേ ഇഷ്ടമുള്ള ഒരു മേഖലയായിരുന്നു? എങ്ങനെയാണ് ഇതിലേക്ക്? അഭിനയം ഞാൻ ചെറുതില് അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. അഭിനയം എനിക്ക് ഭയങ്കര കീൻ ടു ആക്ട് അത്ര കീൻ ആയിരുന്നില്ല. ഞാൻ രതീഷേട്ടൻ വിളിച്ചു. പിന്നെ അപ്പം എനിക്ക് ആ സമയത്ത് സിനിമകളും ഇല്ലായിരുന്നു. പിന്നെ അഭിനയിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഈ ക്യാരക്ടറിന്റെ വലിപ്പവും കുറച്ചധികം ചെയ്യാനുണ്ട് എന്നൊക്കെ മനസ്സിലായി. പിന്നെ അത് തിരിച്ച് കാര്യം വെക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പം ഞാൻ എന്തായാലും അത് അഭിനയിക്കും. പിന്നെ ചാക്കോച്ചൻ സംസാരിച്ചപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞു, വാ നമുക്ക് ചെയ്തു നോക്കാം, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഒരു ധൈര്യം കിട്ടി പോയി. പിന്നെ സജിനാണ് കൂടെ അഭിനയിക്കുന്നത്. അപ്പം മൊത്തം കംഫർട്ട് സോൺ ആണ്. പിന്നെ രതീഷേട്ടൻ അറിയാം. സോ ഐ മീൻ സേഫ് ഹാൻഡ്സ്. അത് ഡയറക്ടർ നമ്മൾ നോക്കുന്നതാണല്ലോ. സോ അപ്പം പിന്നെ വന്ന് അഭിനയിച്ച് ആദ്യത്തെ ദിവസം കഷ്ടപ്പാടായിരുന്നു. പിന്നെ പതുക്കെ ട്രാക്കിലേക്ക് വന്നു എന്നാണ് വിശ്വാസം. ഇനിയും ഒരുപാട് സിനിമകൾ ആസ് ആൻ ആക്ടർ പ്രതീക്ഷിക്കാം. പക്ഷേ സംവിധാനം തന്നെയാണ് നമ്മള് കോർന്നത്. അതാണ് അവിടെ തന്നെയാണ്. ശരിക്കും റൈറ്റിംഗ് ആണോ ഡയറക്ഷൻ ആണോ മോസ്റ്റ് കിക്ക് തരുന്നത്? ഡയറക്ഷനാണ് കിക്ക് തരുന്നത്. റൈറ്റിംഗ് ആണ് ടഫ്. സോ ഒരു സോൾഫുൾ എന്താണ്? റൈറ്റിംഗ് ആണോ? റൈറ്റ് ഡയറക്റ്റ് എന്നാണ് സോൾഫുൾ ആവേണ്ടത്. നമ്മള് ഡയറക്ഷൻ തന്നെയാണ് കിക്ക് വരുന്നത്. പക്ഷെ റൈറ്റിംഗ് അത് സ്ട്രോങ് ആയിട്ട് വന്നാലേ ആ ഡയറക്ഷനിലേക്ക് കിക്ക് കിട്ടുള്ളൂ. പക്ഷേ റൈറ്റിംഗ് ഇസ് ദ ടഫസ്റ്റ് പാർട്ട്. യു ഹാവ് ടു മേക്ക് യുവർസെൽഫ് സിറ്റ് സംവെയർ ആൻഡ് മേക്ക് യുവർസെൽഫ് റൈറ്റ്. അതാണ് എനിക്ക് ടഫസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ എൻ്റെ മുമ്പിൽ ഡയറക്ടർ ആക്ടർ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ചധികം ആക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഡയറക്ടർ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ, ഒരു സിനിമ കാണുമ്പോൾ, ഒരു സിനിമയെ ആസ്വദിക്കുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ ആസ്വാദനത്തെ എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ടീച്ചിങ് പെർസ്പെക്റ്റീവ്, അതായത് നമ്മളൊരു അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയസ് ആയിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്കായിരിക്കും നമ്മൾ പലരും ചില രീതിയിലെങ്കിലും സിനിമയെ സമീപിക്കും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും അത് ആ സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കാറുണ്ടോ? എനിക്ക് ഇടയ്ക്കല്ല, പക്ഷെ എനിക്ക് ഫുൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒരു സാധാരണ ഓഡിയൻസ് സിനിമ കാണാൻ പറ്റും. എന്റെ സിനിമ കാണാൻ പറ്റില്ല. ബാക്കി എല്ലാ സിനിമയും എനിക്ക് അങ്ങനെ തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ അതിങ്ങനെ വെച്ചു, ലൈറ്റ് അവിടെ വെച്ചു, ക്യാമറ വെച്ച് ചിന്തിക്കാൻ പോകാറില്ല. എനിക്ക് അല്ലാണ്ട് തന്നെ ആ സിനിമ കാണാൻ ആ ഒരു ഭാഗ്യം എനിക്കുണ്ട്. എന്റെ സിനിമ പറ്റില്ല. എന്റെ സിനിമ ഞാൻ സെൻസർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആ സിനിമ വെറുത്തിരിക്കും. 150 പ്രാവശ്യം കണ്ടു ഞാൻ കാണില്ല. അപ്പോൾ ആക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ മുമ്പൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറിയ ഒബ്സർവേഷൻ ആണ്, അത് എത്രത്തോളം ആപ്റ്റാണ് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. നമ്മളൊരു റൊമാൻസ് ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ പ്രണയാതുരനായി അഭിനയിക്കുകയാണെന്ന് പറയുമ്പോൾ ആസ് ആൻ ആക്ടർ അയാളുടെ മുമ്പിലേക്ക് വരുന്നത് മുമ്പെങ്ങോ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള കുറച്ചധികം റൊമാൻസുകൾ ഉണ്ടാവും. എസ്പെഷ്യലി ആലേട്ടൻ്റെ കഥാപാത്രങ്ങൾ കാണിച്ചു തന്ന കുറച്ചധികം റൊമാൻസുകൾ ഉണ്ടാവും. ഈ ഒരു റൊമാൻസുകൾ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മുമ്പ് അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഇൻഫ്ലുവൻസിങ് നമുക്ക് നമ്മുടെ ആക്ടിങ്ങിൽ വരാറുണ്ടോ? അത് മാറ്റി നിർത്താൻ എത്രത്തോളം ശ്രമകരമാണ് ആക്ച്വലി ആസ് ആൻ ആക്ടർ? ആർക്കും പറയാം, ഞാൻ ജനറലി ചോദിച്ചാൽ. അല്ല, അത് ഞാൻ പറഞ്ഞതന്നെ. പക്ഷെ അതിനകത്ത് ഒത്തിരി ഇംഗ്ലീഷ് വാചകം
കുറെ കണ്ടവാനും കൂടി പോകുന്നുണ്ടോ? ഞാൻ എളുപ്പം പറയാം. അതെന്താ ചോദ്യം എന്ന് എനിക്ക് അല്ല ബ്രോ, അതുകൊണ്ട് ഞാൻ നോക്കിയ പാസ്. അല്ല അപ്പൊ റൊമാൻസ് മാത്രമല്ല, അല്ല എല്ലാ ഐ മീൻ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മള് മുൻപുള്ള എല്ലാ നടന്മാരെയും കണ്ടിട്ടാണ് നമുക്ക് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചേക്കുന്നത്. അപ്പൊ ഇതുപോലെ ഫൈറ്റ് ചെയ്യുമ്പോഴും എല്ലാ സീനുകളും ചെയ്യുമ്പോഴും നമ്മൾ ഇൻസ്പയർഡ് ആവാറുണ്ട്. പക്ഷെ അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ രീതിയിൽ നമ്മൾ മനസ്സിലുണ്ടാവും. അപ്പൊ അവർ മൂടൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഞാനങ്ങനെ നമ്മൾ മനസ്സിലൊക്കെ ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻസ്പയർ ആയ ഒരാളാണ് ശരിക്കും. അല്ല, ഉറപ്പായിട്ടും മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ഒരുപാട് നടന്മാരുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ വരുമ്പോ എനിക്ക് തോന്നുന്നത് മേ ബി എല്ലാവരും, ഞാനും സിനിമയിൽ വരാൻ ആഗ്രഹിച്ച് ഇവരെ സിനിമകളൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ സാധനമൊക്കെ മനസ്സിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഉറപ്പായിട്ടും. ഞാൻ അത് മാത്രമല്ല, കാണുന്ന സിനിമകളിലെല്ലാം നടന്മാരും അങ്ങനെയൊക്കെ വെച്ചിട്ട് അറിഞ്ഞു അറിയാതൊക്കെ ഉറപ്പായിട്ടും ഷോ. എന്താണ് സെയിം പിച്ച്. സെയിം എന്തെങ്കിലും ശരണ ആഡ് ഓൺ ചെയ്യാം. ഇല്ല, കോപ്പി പേസ്റ്റ്. എല്ലാവർക്കും copy paste. അവർക്ക് പറയാൻ പറ്റില്ല. ചോദ്യം മനസ്സിലാക്കില്ല. ഞാൻ പാസ് അടിച്ചു വിട്ടത്. പാസ് അടിച്ചു വിട്ട. അവിടെ അങ്ങനെ അല്ല ജാഫ്രിക്ക, ഞാൻ എന്താ ഇതൊന്നും ചോദിച്ചത്, പറയാനില്ല. ആള് പറഞ്ഞു ആള് ഡയറക്ടർ പെർസ്പെക്ടീവ്. ഞാൻ എന്താ ചോദിച്ചു വെച്ചാല്, ഇപ്പൊ നമ്മള് ഒരു കഥാപാത്രം ചെയ്യാണ്, ആ കഥാപാത്രം ഡയറക്ടർ നമുക്ക് നറേറ്റ് ചെയ്ത് തരുന്നു. അപ്പോൾ ഈ കഥാപാത്രം മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ കണ്ട സിനിമകളിലെ ആളുകൾ ചെയ്തിട്ടുണ്ടാവാം എവിടെയെങ്കിലും ഒക്കെ. അപ്പൊ ഇതൊരു ജാഫർ ഇടുക്കിയുടെ ഒരു വേർഷൻ ആണോ നമ്മൾ ചെയ്യാ, അതോ അതായിരിക്കും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക? അപ്പൊ എപ്പോഴെങ്കിലും ഈ മുമ്പ് കണ്ട ആളുകൾ ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ടോ, ഈ ചുരുടി എന്ന് പറഞ്ഞ പടം ഇറങ്ങി. അത് എന്റെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു വീട്ടിൽ ചേട്ടനാണ് ഞാൻ ചെയ്തത്. ഏതാണ്ടൊക്കെ പുള്ളിയുടെ ഇത് പിടിച്ചോണ്ടാണ് ഞാൻ ചെയ്തത്. പുള്ളിയുടെ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അങ്ങ് പറയാൻ കൊണ്ടുവരാം. അല്ല, ഒരു കാര്യം വീട്ടുപേര് പറയാൻ കുഞ്ഞുഞ്ഞെന്നാ കുഞ്ഞുഞ്ഞേട്ടൻ. അതിനകത്ത് കാണിച്ചിട്ടുള്ളതും ആ മണി ഇതും അതുമൊക്കെ അങ്ങേരുടെ അവസാനമുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ മിമിക്രിയിൽ ഇവിടെ വന്നത്. അപ്പം അനുകരണ കലയാണ് നമ്മളുടെ ഇത് അല്ലേ. അപ്പം നമുക്കായിട്ടൊരു കഴിവുണ്ടോന്ന് ഡയറക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അത് കൂടിപ്പോയി കുറഞ്ഞു എന്നൊക്കെയാണ് ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അനുകരിച്ചാൽ പോന്നിട്ടുള്ളൂ. കൂടുതലും അനുകരിച്ച ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു സംഭവമല്ല, നമുക്ക് തന്നെ ഒന്ന് ശരിയാക്കി പറഞ്ഞ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായ ആദ്യം ഇഷ്ടം പോലെ ഇംഗ്ലീഷ് പറഞ്ഞേച്ച്. ഓക്കെ, അപ്പൊ അവിടെ ഇംഗ്ലീഷ് വെച്ചിട്ട് ഇവിടെ വരുമ്പോ മലയാളം. അങ്ങനല്ല, ഞാനത് ഇംഗ്ലീഷിൽ ചോദിക്കാമെന്ന് ഉദ്ദേശിച്ച് ചോദിച്ചല്ലേ. അല്ല, എനിക്ക് മനസ്സിലായില്ലെന്താ, അതിലെ പാസ്വേഡ് ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആല്ലേ? ഓക്കെ ശരി ബ്രോ, ശരിക്കും ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് നമുക്കൊരു സിഗ്നേച്ചർ ഡയറക്ടർ ആവും. അതായത് നമ്മുടെ ഫ്രെയിമുകൾ ഭാവിയിൽ ആര് കണ്ടാലും അത് ചിദംബരത്തിന്റെ ഫ്രെയിം ആണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതല്ലാതെ വേഴ്സറ്റാലിറ്റിയും അതിൽ കൊണ്ടുവരാം. ശരിക്കും ആസ് എ ഡയറക്ടർ, ഇപ്പോൾ ജയരാജ് സാറിന്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ തിളക്കവും ഫോർ ദ പീപ്പിളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമയാണ്. രണ്ട് കണ്ടാലും നമുക്ക് ഇന്ന ഡയറക്ടറാണ് ഇത് തന്നെ ചെയ്ത് നമുക്ക് തോന്നാറില്ല. അപ്പൊ അത്തരത്തിലുള്ള ഡയറക്ടർ ആവാനാണോ അല്ലെങ്കിൽ അതാണോ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവ്? അല്ല, ഒരു ഫ്രെയിം കണ്ടിട്ട് അത് എന്റെ പടം എന്ന് പറയുന്നത് ഒരു പരാജയം പോലെയാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ. കാരണം വേറെ അത് മാറിക്കൊണ്ടിരിക്കണം. എല്ലാ സിനിമയും വേറെ തന്നെ ആയിരിക്കണം. കണ്ട സിനിമകൾ ചെയ്യരുത്. മിക്കവാറും നമ്മൾ ഫോൾ ചെയ്യും വീഴും എന്നൊരു ട്രാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് അതേപോലത്തെ ഒരു സിനിമ ചെയ്യണം, ഇതേപോലത്തെ ഒരു സിനിമ ചെയ്യണം. അതൊരു ഈസിലി, കാരണം അത് എളുപ്പമാണ്. കാരണം നമ്മൾ കുറേ സിനിമകൾ കണ്ടാണ് ഇൻസ്പയർ ആകുന്നത്. പക്ഷെ അതിനൊക്കെ മാറി കാണാത്ത സിനിമ, കാണാത്ത ഫ്രെയിമുകൾ വെക്കുക, കാണാത്ത ആൾക്കാരെ വെക്കുക, കാണാത്ത സംഭാഷണ രീതികൾ കൊണ്ടുവരിക, സ്ട്രക്ചർ കൊണ്ടുവരിക, അതാണ് ശ്രമിക്കുന്നത്. അപ്പം എല്ലാ ഫ്രെയിമും വ്യത്യസ്തം തന്നെ ആയിരിക്കണം. അത് കണ്ടിട്ട് എന്റെ ഫ്രെയിം പറയരുത്. എന്തായിരിക്കും ഫ്രെയിം എന്ന് പറഞ്ഞ സിനിമ. കോണ്ടന്റും അങ്ങനെ തന്നെയാണ്. കണ്ടന്റും അങ്ങനെ, കോണ്ടന്റും ജോണറും എല്ലാം നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കും. എനിക്കതാണ്, എനിക്ക് പല ജോണറുകളിൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. കഥകളും അങ്ങനെ തന്നെ ഒരു തേടല് തന്നെയാണ്. ശരിക്കും സുധീഷേരനായിട്ട് കുറെ നാൾക്ക് ശേഷം ഇപ്പോൾ സ്റ്റേജിൽ അവസാനം ഡാൻസ് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് സുധീഷേരനായിട്ടുള്ള ദുരൂഹ സാഹചര്യത്തിലെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും സുധീഷും ഈ പറഞ്ഞ പോലെ അവൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു സോക്കോൾഡ് ഇമേജിൽ ഒരു യൂത്ത് എന്ന് പറഞ്ഞൊരു രീതിയിൽ അങ്ങനെ എപ്പോഴും പെട്ടിടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നീട് സുധീഷിനെ നമ്മൾ കാണുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇപ്പോഴും റെലവൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം, അതും വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് റെലവൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ആസ് എൻ ആക്ടർ സുധീഷ് എത്രത്തോളം ഇവോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ വീണ്ടും റീഇൻവെൻറ്റ് ചെയ്യുന്നത് കാണുന്നത് എനിക്ക് ഭയങ്കര പേഴ്സണലിയും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എൻ്റെ തുടക്ക സിനിമ മുതലുള്ള ആ യാത്രയിൽ സുധീഷ് കൂടെ ഉണ്ട് എന്നുള്ളതും ഇപ്പോഴും ആ യാത്ര തുടരുന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷവും അഭിമാനവും തരുന്ന കാര്യമാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഇതിൽ ഡോക്ടർ ശശീന്ദ്രൻ എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്.
ആ ക്യാരക്ടറും നമ്മൾ അങ്ങനെ സോ കോൾഡ് ഒരു ക്ലീഷേ ഡോക്ടർ എന്നുള്ള രീതിയിൽ പെടുത്താവുന്നതിനപ്പുറമുള്ള കുറച്ച് ഷെയ്ഡ്സ് ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ്. ഇതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഒരു ഗ്രേ ഷെയ്ഡ്സോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, കുറേ മിക്സ്ചർ ഓഫ് കളേഴ്സാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൽ ശരിക്കും ഈ ഡോക്ടറിനെ പറ്റി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചായക്കടയിൽ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സിനിമ ഇറങ്ങുമ്പോൾ അതിലൊരു ചോദ്യം ഒരു ഉത്തരവും വളരെ രസകരമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഇതിൽ സുധീഷിൻ്റെ ക്യാരക്ടർ. ഇവൻ അപ്പിയറൻസ് പോലും ഭയങ്കര വ്യത്യസ്തമാണ്. ഒരു ചെറിയ ചിക്കൻ ബോക്സ് ഉള്ള കുത്തു പാടുകളും ഒരു മറുകും വേറെ കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. ഒരു രസകരമായിട്ടുള്ള കഥാപാത്രമാണത്. ഓക്കെ. അപ്പോൾ വാഴ 2 എന്ന് പറയുന്നൊരു സിനിമ നമുക്ക് ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു 100 കോടി അടിച്ച് നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി സിനിമയിലേക്ക് വരുന്ന ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഉള്ള സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ ഇത്തരം ആളുകളുടെ റീൽസും അല്ലെങ്കിൽ കോണ്ടന്റുകളൊക്കെ ആസ്വദിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ? ഉറപ്പായിട്ടും കാണാറുണ്ട് ബ്രോ, അടിപൊളിയാണ്. ആരാണ് ഫേവറേറ്റ് അങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ? ഇപ്പൊ വാഴ 2 അവർ തന്നെ അടിപൊളിയായിരുന്നു. ടീമും അതുപോലെ തന്നെ ബാക്കി കുറെ പേരുണ്ട്, അവരെല്ലാവരും അടിപൊളിയാണ്. അടിപൊളി. ജാഫർക്ക് അങ്ങനെ ഫോൺ അധികം ഫോണിനകത്ത് വലിയ കളിയില്ല. അതെനിക്കറിയാം. വിമർശനം ഉണ്ടായ സംഭവമാണല്ലോ നമ്മൾ സിനിമ സിനിമയും കാണാറില്ലല്ലോ. നമ്മൾ പറഞ്ഞ ശരിയാണ്. ഇപ്പൊ അടുത്തടുത്ത് സിനിമയെ കാണുന്നുണ്ട്. 10-20 കൊല്ലം ഞാൻ സിനിമ കണ്ടില്ല. വേറെ ഒരു കഥയുണ്ട്, അത് പിന്നെ പറയാം. അല്ല, വേറെ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ കുടുംബപരമായിട്ടുള്ളൊരു കഥയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ അടുത്തടുത്ത് കാണാറുണ്ട്. ചാക്കോച്ചൻ അങ്ങനെ ശ്രദ്ധിച്ച ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ? കുറേ പേരുണ്ട്. ഇപ്പം ഈ പറയുന്ന ഈ വാഴയുടെ ടീമുകളാണെങ്കിലും അല്ലെങ്കിൽ അമീൻ അങ്ങനത്തെ ടീമുകളാണെങ്കിലും മറ്റേ വേറൊന്ന് ഈ മൃഗങ്ങളുടെ ഒരു ചെയ്യുന്നൊരു ചൂരൽ അവരുടെയൊക്കെ കാണാറുണ്ട്. അതെ, നമ്മളെപ്പോലൊക്കെ തന്നെയല്ലേ? ഞാനും ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. ഈ സാഫ് ബോയും പിന്നെ ഹാഷിർ എല്ലാവരുടെയും സിനിമയിൽ ഇന്ന് ആയിപ്പോ അവരെല്ലാവരും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി അല്ലേ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്. നേരത്തെ വരണ്ടേ ശരി, ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറെ ബെനിഫിഷ്യറി ആവും. ആഫ്രിക്കക്ക് പറ്റും മിമിക്രി ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതെ, സ്റ്റേജ് ഉണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ. അല്ല, സ്റ്റേജ് നമുക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ കഴിവുകൾ കാണിക്കാൻ വേണ്ടി. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അയ്യോ, തീർച്ചയായും. ഞാനും സ്ക്രോൾ ചെയ്ത് കിടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് അതിന് സമയമുണ്ടോ? ഞാൻ അതാണ് സമയമൊക്കെ ഉണ്ടോ? മൊബൈൽ നോക്കാനൊക്കെ സമയമുണ്ട്. ഓക്കെ. അപ്പോൾ മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, സജിൻ ബ്രോ, നമുക്ക് ഒരുപാട് ഡയറക്ടേഴ്സ് സിനിമയിലുണ്ട്. അപ്പോൾ ചിദംബരായാലും ശരി, നമ്മുടെ രാജേഷനായാലും അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, ഒരുപാട് ആളുകൾ. അപ്പോൾ അതെ, ഒരുപാട് ആളുകൾ. അപ്പോൾ ഇവരായിട്ടുള്ളൊരു ഡയറക്ടേഴ്സിന്റെ ഒപ്പം അഭിനയിക്കുക, അവരുടെ ഒരു ഗ്രാങ്ങിൽ നിൽക്കുക, അവരുടെ ഗൈഡൻസിന്റെ ഉണ്ടല്ലോ വരിക, അതൊക്കെ എത്രത്തോളം സന്തോഷം തരുന്നത്? അടിപൊളിയായിരുന്നു ബ്രോ. ഞാനിപ്പോൾ എല്ലായിടത്തും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. കോമ്പിനേഷൻ അല്ലെങ്കിൽ പോലും ദിലീഷ് ചേട്ടനായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ. ദിലീഷ് ചേട്ടനാണ് ഡയറക്ട് ചെയ്തുകൊണ്ട് പുള്ളിയുടെ കൂടുതൽ സാധനങ്ങൾ ചെയ്തത്. പിന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ചിതുവായിട്ട് ഞാൻ ഓൾറെഡി ജാനമൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവർ 3 പേരായിട്ട് ഒരുമിച്ച് ആദ്യമായിട്ടാണ് രാജേഷ് ചേട്ടൻ, ദിലീഷ് ചേട്ടൻ, രതീഷ് ചേട്ടൻ. രതീഷ് ചേട്ടൻ്റെ ഒപ്പം നേരത്തെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലങ്ങോട്ട് സെറ്റായി. ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗം പറ്റിയത്. ചാക്കോച്ചനാണ് വിളിച്ചത് പടത്തിലോട്ട്. ഒരു സാഹചര്യത്തിൽ വിളിച്ചു. ആസ് എ പ്രൊഡ്യൂസർ, ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിന്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് മാത്രമാണോ അല്ലെങ്കിൽ അതിന്റെ ആർട്ട് ബേസ്ഡ് ആണോ? എന്താണ് ഒരു സെലക്ഷൻ? കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊരു സെക്കൻഡറി ആണ്. കാരണം അൾട്ടിമേറ്റ്ലി ഒരു നല്ല പടം ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യാൻ സഹായിച്ചാൽ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഇറ്റ് വിൽ ഫോളോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നല്ല സിനിമകളുടെ ഭാഗമാകുക ആസ് എ ആക്ടർ ആൻഡ് ആസ് എ പ്രൊഡ്യൂസർ ഓൾസോ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഐ എം ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ വരികയാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. കാരണം സിനിമ കണ്ട സെന്ററുകളിൽ നിന്ന് കേട്ടത് ഭയങ്കര ഒരു അടിപൊളി സിനിമയാണെന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര പ്രതീക്ഷ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഫൈനലി ചാക്കോച്ച, ബിഫോർ എൻഡിങ് പേട്രിയോട്ടിനെ പറ്റി ഒരു 2 വാക്ക് എന്തായിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? പേട്രിയോട്ട് എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ മൂവി ഫോർ മീ. കാരണം
ഹരികൃഷ്ണൻസ് എന്ന സിനിമയ്ക്ക് ശേഷം മമ്മൂക്ക ലാലേട്ടനോടൊപ്പം വീണ്ടും ഒരേ രീതിയിൽ കുറച്ചധികം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു. ഹരികൃഷ്ണൻസ് പാച്ചിക്കയാണ് ഡയറക്റ്റ് ചെയ്തെങ്കിൽ ഇതിൽ പാച്ചിക്കയുടെ മകൻ ഫഹദ് കൂടെ അഭിനയിക്കുന്നു. ഹരികൃഷ്ണനിലുണ്ടായിരുന്ന രാജീവ് മേനോൻ സാറും ഈ സിനിമയിലുണ്ട്. എനിക്ക് പ്രിയങ്കനായ സുഹൃത്തും സംവിധായകനുമായ മഹേഷ് നാരായണൻ്റെ ഡിറക്ഷൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. മലയാളികൾക്ക് അഭിമാനത്തോടുകൂടി മറ്റ് ലോകഭാഷകളിൽ കാണിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും പേട്രിയോട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രേറ്റ് അങ്ങനെ ആവട്ടെ. അപ്പോൾ എന്തായാലും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദുരൂഹ സാഹചര്യത്തിൽ ആൻഡ് പേട്രിയോട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.